അയ്യേ ആം ആദ്മിയോ അതൊരു താൽക്കാലിക പ്രതിഭാസം, അല്പപ്രാണികളുടെ അരാഷ്ട്രീയ കൂട്ടമല്ലേ എന്ന വെയിൽ കൊള്ളാത്ത വിയർപ്പിന്റെ രോഗമുള്ള ദന്തഗോപുര ബുദ്ധിജീവികളുടെ പരിഹാസ നടുവിലാണ് ഒരു മനുഷ്യൻ, ഒരു ചെറു സംഘവും രാജ്യതലസ്ഥാനത്തിന്റെ ഗല്ലികൾ ഇടവഴികളിൽ പുഴുക്കളെപ്പോലെ മനുഷ്യർ ജീവിച്ചു ചാവുന്ന നാറുന്ന ചേരികളിൽ മടുപ്പില്ലാതെ ഇറങ്ങിയത്. രക്തം മരയ്ക്കുന്ന കൊടും തണുപ്പിൽ പൊള്ളിപ്പൊളിയുന്ന കൊടും ചൂടത്ത് മൻ കി ബാത്ത് അല്ലാതെ പ്രത്യാശാ പതാക ഏന്തിയ ചെറുസംഘം പിന്നീട് പതിനായിരങ്ങളാകുന്നതും ജനമഹാസമുദ്രമാകുന്നതും ഇന്ത്യൻ രാഷ്ട്രീയത്തിന് സമാനതകളില്ലാത്ത ഐതിഹാസിക മുന്നേറ്റമാണ്. രാജ്യമല്ല, ലോകമെന്ന് വിളിച്ചതാണ് അരവിന്ദ് കെജ്രിവാൾ, ദ ഗ്രേറ്റ് ഇന്ത്യൻ പൊളിറ്റിക്കൽ വിസാർഡ്. ആ രാഷ്ട്രീയ മിറക്കൾ പാർട്ടി ഉണ്ടാക്കി കേവല മാസങ്ങൾക്കകം ചേരികളുടെ അടക്കം ഹൃദയം തൊട്ട് 28 സീറ്റുമായി അധികാരം പിടിച്ചതാണ്. ഈ സഖ്യരാഷ്ട്രീയത്തിൽ എനിക്കെന്റെ ഭരണം കാഴ്ചവെക്കാവതല്ല എന്ന പ്രഖ്യാപനത്തിൽ വർഷമൊന്ന് പൂർത്തിയാകും മുമ്പ് രാജി. ഇന്നലെ കുരുത്ത തകരയ്ക്ക് ഇത്രയ്ക്ക് വേണോ രാഷ്ട്രീയ ധാർഷ്ട്യം എന്ന ചോദ്യത്തിന് ഡൽഹിക്കാരുടെ മറുപടി 70-ൽ 65 സീറ്റാണ് ആധികാരികം. പിന്നീട് തുടർച്ചകൾ. പഞ്ചാബിൽ ഭരണം, ഹരിയാനയിൽ, ഗുജറാത്തിൽ ആഴത്തിൽ വേരുകൾ, ഉയർച്ചയുടെ പദവിയിൽ. ചുരുങ്ങിയ കാലം കൊണ്ടേ ദേശീയ പാർട്ടി സംഘവാഴ്ചയുടെ മൂക്കിൻ തുമ്പിൽ പഠിച്ച പണി 18 നോക്കിയിട്ടും വീഴാത്ത വഴങ്ങാത്ത അരവിന്ദൻ അന്നേ ചതുർത്ഥിയാണ്. വാരണാസിയിൽ പോയി പ്രധാനമന്ത്രിക്ക് മുഖാമുഖം നിന്ന് വോട്ടുകൾ വാരിയതും മോദി നിങ്ങളുടെ ബിരുദ സർട്ടിഫിക്കറ്റ് എവിടെയെന്ന ചോദ്യത്തിലെ കൂസലില്ലായ്മയിൽ 56 ഇഞ്ചിലെ കാതലില്ലാ പൊള്ളയിൽ തുടങ്ങിയതാണൊരു പിടപെടപ്പ്. അവൻ വിറയ്ക്കാത്തവൻ, ആവനാഴിയിൽ ആയുധങ്ങൾ തീരാത്തവൻ, എതിർച്ചേരി ഐക്യപ്പെട്ടാൽ അവനൊരു കരുത്തൻ സ്തംഭം, പൂട്ടണം വീണ് കിട്ടിയ ആയുധം ലിക്വർ പോളിസി. ആ സർക്കാരിലെ രണ്ടാമൻ സിസോദിയുടെ ജാമ്യ ഹർജിയിൽ ഈ അടുത്തും സുപ്രീം കോടതി ചോദിച്ചതാണ് കോടികളുടെ അഴിമതി എന്ന കേട്ടുകേഴ്വിയല്ലാതെ അരക്കഴിഞ്ഞിട്ട് തെളിവുണ്ടോ? ഇത് വിചാരണ വേളയിൽ 2 ചോദ്യത്തിൽ പൊട്ടിപ്പൊളിഞ്ഞ് കാട്ടിൽ കയറുന്ന കേസാണ്. അന്ന് ഈ കൊടികെട്ടി അന്വേഷണ മേലാളന്മാർ കോടതി മുറിയിൽ വെട്ടി വിയർത്തതാണ്. എന്നിട്ടും തീരാത്ത ഹുങ്കാരത്തിൽ സാക്ഷാൽ മുഖ്യമന്ത്രിയെ രായ്ക്കുരാമാൻ പിടിച്ചകത്തിടാൻ തെളിവ് പിടിച്ചെടുത്ത കോടികളോ കാമ്പുള്ള രേഖകളോ അല്ല, ഒരു മാപ്പ് സാക്ഷിയുടെ കുറച്ച് വാക്കാണ്. ആ കള്ളപ്പണ കേസിൽ അറസ്റ്റിലായ 5 നാൾക്കകം 5 കോടിയാണ് ബോണ്ട് രൂപത്തിൽ അരബിന്ദോ മുതലാളിയുടെ കൈപ്പണം. അതിന്റെ തുടർച്ചയിൽ ഈ മുതലാളി റെഡ്ഡിയെ പ്രതിപ്പട്ടികയിൽ നിന്ന് പരിശുദ്ധനാക്കി മാപ്പുസാക്ഷിയാക്കാൻ ദയാവാരിധിൽ ഇഡിയുടെ അപേക്ഷയിൽ അതിനു മുൻപൊന്നുമില്ലാത്ത പേര് പെട്ടെന്നങ്ങ് പൊട്ടിവീണു. കാശുകാരനെന്ന നാവിൽ അരവിന്ദ് കെജ്രിവാൾ. സൂക്ഷ്മം 5 മാസങ്ങൾക്കകം ബോണ്ട് രൂപത്തിൽ BJPക്ക് വീണ്ടും കള്ളക്കപ്പം പല കോടികൾ. അങ്ങനൊരു കേസിൽ പ്രതിയായൊരുത്തൻ BJPക്ക് കാശ് കൊടുത്ത് കുറ്റവാളിക്കൂട്ടിൽ നിന്ന് ഇറങ്ങിയെങ്കിൽ അയാളുടെ വാക്കുബലത്തിൽ ഒരു മുഖ്യമന്ത്രിയുടെ സംഹാരത്തിന് ഇഡിയുടെ ചന്ദ്രഹാസമിളക്കലിൽ അധികാര ദുർവിനിയോഗം മറയില്ലാതെ ഉടുതുണിയില്ലാതെ ഡൽഹിത്തെരുവിൽ ചൂളി നിൽപ്പാണ്. ആരോരും അറിയില്ലെന്ന് കരുതിയ ബോണ്ട് പേപ്പറും ആ മാപ്പുസാക്ഷിയുടെ കയ്യും പിടിച്ച് അഴിമതിക്കെതിരെ കുരിശുദ്ധമെന്നൊക്കെ ഇനിയും അങ്ങ് ഗീർവാണമടിക്കാൻ കേന്ദ്രമേ ഉളുപ്പുണ്ടോ? പ്രതിപക്ഷ നേതാക്കളെ അങ്ങനെ തെരഞ്ഞുപിടിച്ച് വേട്ടയാടി ലെവൽ പ്ലേയിങ് ഫീൽഡുകൾ തകർത്തെറിഞ്ഞ് പ്രതിപക്ഷത്തിന്റെ ചെലവകാശിൽ പോലും പാറ്റവാരിയിട്ട് ഇസ്ബാർ 400 പാറിൽ 543 പിടിച്ചെടുത്തങ്ങ് അധികാരവാഴ്ച നടത്തിയാലും ആ ധാർഷ്ട്യത്തോട് ഈ രാജ്യം റാൻമോൾ ദാസ്യം പ്രഖ്യാപിക്കുമെന്നാണോ അഹങ്കാരം? അതിമോഹമാണ്. 7 പതിറ്റാണ്ടുകളിൽ ആഴത്തിൽ വേരോടി ആകാശത്തോളം ശിഖരങ്ങളിൽ പതലിച്ച ഇന്ത്യൻ ജനാധിപത്യം അങ്ങനെ കഴിവിലേറ്റപ്പെട്ട് ചാവടിക്കാനും മാത്രം കരുത്തില്ലാത്തതല്ല. ഒരു ഭൂതകാലത്തിന്റെ പാതിരാത്രിയിൽ അറസ്റ്റിലായ ജയപ്രകാശ് നാരായണൻ വെടിയുണ്ട പോലെ പറഞ്ഞതാണ് വിനാശകാലേ വിപരീത ബുദ്ധി. ആ കാലം സത്യം ഒടുങ്ങാതിരിക്കിൽ, അധികാരക്കോട്ട വാഴുന്ന പേടിപ്പിക്കുന്ന സംഹാര രാഷ്ട്രീയത്തിന്റെ ഭ്രമകാലം. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം.